Good day dear aspirants, ഏവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും ഡിഫ്രാക്ഷൻ്റെ ആപ്ലിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭങ്കനം എന്താണ് എന്ന് പഠിച്ചു. അതായത് ലൈറ്റ് വളരെ ചെറിയ വസ്തുക്കളുടെ അതിരുകളിൽ എത്തുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ വളഞ്ഞ് അതിൻ്റെ ഷാഡോ വരുന്ന ആ വസ്തുവിൻ്റെ പ്രതിബിംബം വരുന്ന സ്ഥലങ്ങളിൽ സർക്കുലാർ ഷേപ്പുകളിൽ നമുക്ക് എന്ത് കിട്ടുന്നു, ബാൻഡ് കിട്ടുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ വിഭങ്കനം എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിലാണ്, പ്രകാശിക ഉപകരണങ്ങളാണ്. നമ്മൾ പല പ്രകാശിക ഉപകരണങ്ങളും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമ്മൾ മൈക്രോസ്കോപ്പിനെ പറ്റി പഠിച്ചു, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിച്ചു, സിമ്പിൾ മൈക്രോസ്കോപ്പ് പഠിച്ചു, ടെലിസ്കോപ്പ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പ് ആയിക്കോട്ടെ, ടെലിസ്കോപ്പ് ആയിക്കോട്ടെ, നമ്മൾ അവിടെ എടുക്കുന്ന ലെൻസുകളൊക്കെ ആക്ച്വലി വളരെ ചെറിയ അപ്പർച്ചറുള്ള വസ്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിഫ്രാക്ഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കബിൾ ആണ്, നമുക്ക് അവിടെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ പ്രകാശിക ഉപകരണങ്ങളുടെ കേസിൽ ഡിഫ്രാക്ഷൻ പറയുന്നത്. കാരണം അവിടെയും എന്ത് നടക്കുന്നുണ്ട്, അവർ വളരെ ചെറിയ സൈസ് ആയതുകൊണ്ട് ആ വസ്തുക്കളിലും ആക്ച്വലി നടക്കുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് വിഭങ്കനമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു പ്രകാശക ഉപകരണത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് വിശ്ലേഷണ പരിധിയും ഒന്ന് വിശ്ലേഷണ ശക്തിയുമാണ് കേട്ടോ. വിശ്ലേഷണ ശക്തി അഥവാ റിസോൾവിംഗ് പവർ, ക്വസ്റ്റ്യനിൽ കൂടും, അതാണ് നമ്മുടെ ഹെഡിങ്, റിസോൾവിംഗ് പവർ. നെക്സ്റ്റ് വൺ വിശ്ലേഷണ പരിധി. വിശ്ലേഷണ പരിധി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസോൾവിംഗ് പവർ അല്ലെങ്കിൽ വിശ്ലേഷണ ശക്തി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വിശ്ലേഷണ പരിധി അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. അപ്പം നമ്മൾ നോക്കിയേ, ആദ്യം നമുക്ക് നോക്കാം എന്താണ് വിശ്ലേഷണ ശക്തി എന്ന് നമുക്ക് നോക്കാം. വിശ്ലേഷണ ശക്തി എന്നാൽ രണ്ട് പ്രതിബിംബങ്ങളെ വ്യക്തമായി തിരിച്ചറിയാനുള്ള കഴിവാണ്. അതായത് റിസോൾവിംഗ് പവർ എന്താണ് അല്ലെങ്കിൽ വിശ്ലേഷണ ശക്തി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് പ്രകാശിക ഉപകരണങ്ങൾ കൊണ്ട് പല വസ്തുക്കളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അടുത്തടുത്ത് ഇപ്പോൾ രണ്ട് വസ്തുക്കളുണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ട് വസ്തുക്കളെയും നമ്മൾ നോക്കി അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ രണ്ട് ഇമേജും എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്തടുത്തുള്ള രണ്ട് ഇമേജിനെയും കൃത്യമായി തിരിച്ചറിയുന്നു. ഇത്തരത്തിലുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസോൾവിംഗ് പവർ അല്ലെങ്കിൽ വിശ്ലേഷണ ശക്തി. നമ്മൾ കൂടുതലും ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിന് ഈ റിസോൾവിംഗ് പവർ അല്ലെങ്കിൽ റെസൊല്യൂഷൻ നമ്മൾ കൂടുതലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ കൂടുതലാണെന്ന് വെച്ചാൽ അർത്ഥം എന്താ, ആ രണ്ട് ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യും, അത്രയും ആക്യുറേറ്റ് ആയിട്ട് അല്ലെ അത്രയ്ക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീക്ഷിക്കാൻ പറ്റും. ഓക്കെ, സോ വിശ്ലേഷണ ശക്തി അഥവാ റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ഇമേജസിനെ കൃത്യമായിട്ട് കാണാനുള്ള കഴിവാണ്. ഇനി നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഈ റിസോൾവിംഗ് പവറും ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനും എന്താണ്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിശ്ലേഷണ പരിധിയാണ്. അതായത് ഈ രണ്ട് വസ്തുക്കൾ, ഇപ്പം ഞാൻ ഈ ഒരു ഇമേജ്, ഇതൊരു ഇമേജാണ്, ഇത് മറ്റൊരു ഇമേജാണ്. അപ്പോൾ ഈ അടുത്തടുത്തുള്ള ഈ രണ്ട് ഇമേജും ഞാൻ കൃത്യമായിട്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഈ ഇമ്പോർട്ടൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസോൾവിംഗ് പവർ അല്ലെങ്കിൽ വിശ്ലേഷണ ശക്തി. നമ്മൾ ഒബ്ജക്ട്സിനെ രണ്ടിനെയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു, അതിനെ നമ്മൾ വിളിക്കും റിസോൾവിംഗ് പവർ. അപ്പോൾ നമുക്കിത് റിസോൾവിംഗ് പവർ കിട്ടി. ഇനി അടുത്ത കേസ് നോക്കിയേ, ഈ റിസോൾവിംഗ് പവർ കിട്ടുമ്പം ഇവരുടെ ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഈ രണ്ട് ഒബ്ജക്ട്സിനെയും കൃത്യമായിട്ട് കാണുമ്പോൾ ഉള്ള ഈ ഡിസ്റ്റൻസ്, ഈ ചെറിയ ഡിസ്റ്റൻസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ റെസൊല്യൂഷൻ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പം ആ രണ്ട് ഇമേജസും നമുക്ക് രണ്ട് ഇമേജ് ഫോം ചെയ്യും, രണ്ട് പ്രതിബിംബം ഉണ്ടാവും. അതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിശ്ലേഷണ പരിധി അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിസോൾവിംഗ് പവറും ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായോ എല്ലാവർക്കും?
ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കണം. ഇനി ഒരു റിലേഷനും കൂടെ പറയാനുണ്ട്. ഈ റിസോൾവിങ് പവറും ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനും ഇൻവേഴ്സ് റിലേഷനിലായിരിക്കും. അതായത് നമ്മളിപ്പം വിശ്ലേഷണ ശക്തി എടുത്താലും വിശ്ലേഷണ പരിധി എടുത്താലും അത് വിപരീത അനുപാതത്തിലായിരിക്കും. ഇനി നമുക്ക് വിശ്ലേഷണ പരിധി കൂടുതലാണെങ്കിൽ വിശ്ലേഷണ ശക്തി കുറവായിരിക്കും, വിശ്ലേഷണ ശക്തി കൂടുതലാണെങ്കിൽ വിശ്ലേഷണ പരിധി കുറവായിരിക്കും. രണ്ടും ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതുപോലെ രണ്ടും എന്താണ്? റെസിപ്രോക്കൽ ആണ്. ഇപ്പം നമുക്ക് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം അടുത്ത ആളെയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റിസോൾവിംഗ് പവറിൻ്റെ റെസിപ്രോക്കൽ ആണ്. റിസോൾവിംഗ് പവറിൻ്റെ റെസിപ്രോക്കൽ ആണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ്റെ ലിമിറ്റ് റിസോൾവിംഗ് പവറിൻ്റെ റെസിപ്രോക്കൽ ആണ്. അങ്ങനെയാണെങ്കിൽ റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. രണ്ടും എന്താണ്? റെസിപ്രോക്കൽ വാല്യൂ ആണ് രണ്ടും ഒബേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമുക്ക് ഇനി ടെലസ്കോപ്പിലും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിലും ഇതിൻ്റെ വാല്യൂസ് ഒന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം പഠിച്ചാൽ മതി. നമ്മൾ പഠിച്ചു ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനും റിസോൾവിംഗ് പവറും ഇൻ റെസിപ്രോക്കൽ റിലേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രണ്ടുപേരും വ്യുൽക്രമങ്ങളായിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിക്കുക. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെലിസ്കോപ്പിൻ്റെയാണ്. അപ്പോൾ ടെലിസ്കോപ്പിൻ്റെ കേസിൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ, അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? റെസൊല്യൂഷൻ്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിശ്ലേഷണ പരിധി, രണ്ട് ഇമേജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ടെലിസ്കോപ്പിൻ്റെ കേസിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ആംഗുലാർ ആയിരിക്കും. ഓക്കെ, ആംഗുലാർ ആയിരിക്കും എൻ്റെ വാല്യൂ. അതുകൊണ്ടാണ് തീറ്റ വരുന്നത്. ഒരു ആംഗിൾ ആയിരിക്കും അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 1.22 λ/d. ഓക്കെ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനെ നമ്മൾ തീറ്റ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തീറ്റ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ടെലിസ്കോപ്പിൻ്റെ കേസിൽ ഈ രണ്ട് ഇമേജ് തമ്മിലുള്ള ദൂരവും നമ്മൾ എപ്പോഴും എന്തിലായിരിക്കും മെഷർ ചെയ്യുന്നത്? ആംഗിളിലായിരിക്കും മെഷർ ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു 1.22 λ/d. ലാംഡ എന്താ? നമ്മൾ ഇവിടെ വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ് ലാംഡ. ഇനി നമ്മൾ ഡി നോക്കി വെക്കണം. ഡി എന്ന് പറയുന്നത് നമ്മളവിടെ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഡയമീറ്റർ ആണ്, വ്യാസമാണ്. നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എളുപ്പം നമുക്ക് കിട്ടി. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് എ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് 1.22 λ/D. ക്യാപിറ്റൽ ഡി ആലോചിച്ച് നോക്കുക, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഡയമീറ്റർ ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ വ്യാസമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ വാല്യൂ ദാറ്റ് ഈസ് 1/d തീറ്റ എന്ന് പറയുന്നത്, ഇത് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇത് ന്യൂമറേറ്ററിൽ വരും, ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ വരും. ദാറ്റ് ഈസ് d/1.22 λ എന്ന് പറയുന്നത് ടെലിസ്കോപ്പിൻ്റെ റിസോൾവിംഗ് പവർ ആണ്. ഓക്കെ, അവിടെയും ഡി എന്ത് തന്നെ? നമ്മളുടെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഡയമീറ്റർ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ കേസാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പം മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ ഈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ, അതായത് രണ്ട് ഇമേജ് കാണാൻ പറ്റുന്ന രണ്ട് ഇമേജ് ഡിസ്റ്റിങ്റ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് ക്ലിയർ ആയിട്ട് ഫോം ചെയ്യുമ്പം അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സ്മാൾ ഡി ഡി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. അതായത് അവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. ഇതുപോലെ ആംഗിൾ ആയിരിക്കില്ല. ഓക്കെ, ടെലിസ്കോപ്പിൻ്റെ കേസിലാണ് ആംഗിൾ, മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡി ആണ്. ഓക്കെ, ആംഗുലാർ വേരിയേഷൻ അല്ല, സാധാരണ രേഖീയമായിട്ടുള്ള ദൂരം തന്നെയാണ്, അല്ലെങ്കിൽ ലീനിയർ ഡിസ്റ്റൻസ് ആണ്. അതിനെ നമ്മൾ സ്മാൾ ഡി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലാംഡ എന്താ? നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്, ഏത് ലൈറ്റാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ് 2μ sin തീറ്റ. തീറ്റ എന്ന് പറയുന്നത് അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് കേട്ടോ, അവിടെ ഫോം ചെയ്യുന്ന ആ ലെൻസും അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കമാണ് മ്യൂ. ഇനി ഈ മ്യൂ സൈൻ തീറ്റ നോക്കി വെക്കുക. മ്യൂ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പറയുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ് കേട്ടോ.
അതായത് സംഖ്യാത്മിക അപ്പർച്ചർ. ആ ഒരു സിസ്റ്റത്തിൻ്റെ ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ സൈൻ തീറ്റയാണ്. കാരണം ചില പ്രോബ്ലത്തിലൊക്കെ നിങ്ങളോട് ഈ ടെലിസ്കോപ്പിൻ്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടെത്താൻ പറയും. അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ മ്യൂ സൈൻ തീറ്റ എന്ന് പറഞ്ഞ ടേമിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സംഖ്യാത്മിക അപ്പർച്ചർ. ഓക്കെ, അപ്പോൾ റിസോൾവിങ് പവർ നമ്മൾ കണ്ടുപിടിച്ചു, അല്ല ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി. ഡി എന്ന് പറയുന്നത് λ/2 മ്യൂ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ റിസോൾവിങ് പവർ അതിൻ്റെ വ്യുൽക്രമം വരും. ദാറ്റ് ഈസ് 1/d = 2 മ്യൂ സൈൻ തീറ്റ. ന്യൂമറേറ്ററിൽ പോകും 2 മ്യൂ സൈൻ തീറ്റ ബൈ λ. ഇത്രയും കേസസ് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നക്ഷത്രത്തിൽ നിന്നും 6000 ആംസ്ട്രോങ് ഉള്ള ഒരു പ്രകാശം വരുന്നു. അപ്പോൾ നമുക്ക് പ്രകാശത്തിൻ്റെ വേവ് ലെങ്ത് ഉണ്ട് 6000 ആംസ്ട്രോങ്. 100 ഇഞ്ച് വ്യാസമുള്ള ഒബ്ജക്റ്റീവ് ടെലസ്കോപ്പിൻ്റെ വ്യാസം ഡയമീറ്റർ, അതിനെ നമ്മൾ ക്യാപിറ്റൽ ഡി കൊണ്ടാണ് കൊടുക്കുന്നത്. അത് 100 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 1 ഇഞ്ച് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പം ദാ ഇവിടെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യുമ്പം 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 1 ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ ആണ്. സോ 100 ഇൻറ്റു ഇഞ്ചിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ്. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 പ്ലേസ് മാറ്റി ഡോട്ട് ഇടണം. അപ്പോൾ 4 മാറ്റി ഡോട്ട് ഇട്ടാൽ 254. സോ ഡി എന്ന് പറയുന്നത് 254 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഡയമീറ്റർ 254 സെൻറ്റിമീറ്റർ. ഞാനിനി ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ലാംഡയില്ലേ, നമ്മുടെ ഈ ലാംഡയ്ക്ക് നമുക്ക് ഈ ആംസ്ട്രോങ് മാറ്റി ഇവരെ അങ്ങ് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾ മീറ്റർ ആക്കുന്നു, പിന്നെ സെൻറ്റിമീറ്റർ. ഞാനിങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്തു പോകുമ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതിന് വേണ്ടി ഈസി ആക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. 6000, അതായത് 6 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ എത്ര പവറാ? 1 2 3 10⁻³ ഇൻറ്റു ഒരു ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻⁻10. അപ്പോൾ നിങ്ങൾ നോക്കിയേ 6 ഇൻറ്റു 10⁻³ മൈനസ് 10⁻⁻10. അപ്പോൾ ഒരു പവർ +3യും ഒരു പവർ -10. അപ്പോൾ നിങ്ങൾ നോക്കിയേ +3 -10. അപ്പോൾ എന്ത് ചെയ്താൽ മതി? -7. ഓക്കെ, 6 ഇൻറ്റു 10⁻⁻7. 6 ഇൻറ്റു 10⁻⁻7 കിട്ടി. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത് നമുക്ക് 6 ഇൻറ്റു 10⁻⁻7. ഇത് മീറ്റർ അല്ലേ നമുക്ക് വേണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് മീറ്ററിലല്ല സെൻറ്റിമീറ്റർ ആക്കിയാൽ ക്യാൻസൽ ആക്കാൻ പറ്റും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ആയിട്ട് എഴുതാൻ പറ്റും? അല്ല, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. പക്ഷെ നമുക്ക് വേണ്ടുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100, ദാറ്റ് ഈസ് 10⁻⁻2 മീറ്റർ. സോ 10⁻⁻2 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ 1/100 ആണ്, 1/100 മീറ്റർ. സോ 1/100 മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻2 മീറ്റർ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 10⁻⁻2 മാത്രം മാറ്റിയിടുന്നു. 5 ഇൻറ്റു 10⁻⁻2 മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ, രണ്ടും സെയിം തന്നെ അല്ലേ? അതായത് -5 -2 ചേരുമ്പോഴാണ് -7 കിട്ടുന്നത്. സോ ഞാൻ -5നെ മാറ്റിയിട്ടു, -2നെ മാറ്റിയിട്ടു. 10⁻⁻2 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അത് 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും? 6 ഇൻറ്റു 10⁻⁻5 സെൻറ്റിമീറ്റർ. അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? അവിടെ -7 മീറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ 10⁻⁻2 ആണ്. സോ -2 മാറ്റിയിട്ടു, പിന്നെ 10⁻⁻5 ആണ്. നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ? നമ്മൾ ഏത് ഉപകരണം ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് നോക്കിയേ, ടെലിസ്കോപ്പാണ്. അപ്പോൾ ടെലിസ്കോപ്പിൻ്റെ കേസിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് വിശ്ലേഷണ പരിധിയാണ്, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ്.
ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനെ നമ്മൾ ഡി തീറ്റ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഡി തീറ്റ ഇസ് ഈക്വൽ ടു 1.22 ബൈ എസ് ഡി തീറ്റ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.22 ലാംഡ ബൈ ക്യാപിറ്റൽ ഡി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ നമുക്കിപ്പോൾ കിട്ടി 6 × 10⁻⁻5 സെൻറ്റിമീറ്റർ ബൈ 254 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സെൻറ്റിമീറ്ററും ഈ സെൻറ്റിമീറ്ററും ക്യാൻസൽ ആയിപ്പോൾ. ഇനി നിങ്ങൾ നോക്കിയേ, ന്യൂമറേറ്ററിൽ ഒരു പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, പോയിന്റ് ഇല്ലാതെ ന്യൂമറേറ്റർ നമ്മൾ അതുപോലെ എഴുതുക. ന്യൂമറേറ്ററിൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസിന് അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിൽ 2 സീറോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ട്. സോ നമുക്ക് 2 പ്ലേസ് കോമ്പൻസേറ്റ് ചെയ്യാൻ ആ 2 പോയിന്റ് ന്യൂമറേറ്ററിൽ കളയാനായിട്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 പോയിന്റുള്ള 2 സീറോസ് ഉള്ള 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 സീറോസ് ആയിരുന്നു അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഇത്രയും കിട്ടും. ഇനി നമുക്ക് വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് ആദ്യം 2 കൊണ്ട് ചെയ്യാം. 225 അല്ല കേട്ടോ, ഇവിടെ 254 ആണ്. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ചെയ്യും. 122നെ 2 കൊണ്ട് ചെയ്യുമ്പം 6 2s are 12, പിന്നെ 2 161 × 6 ബൈ ഇവിടെയും 2 ഉണ്ട്. അതായത് 122നെയും 254നെയും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 122നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 61, 254നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 is 2, 2 2s are 4, റിമൈൻഡർ 1 14 7 127 × 10⁻⁻5 by 100. ഓക്കെ, ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാമേ. 61 × 6 by 127. അപ്പോൾ 61 × 6 എത്ര കിട്ടും, 6 366 × 10⁻⁻5. ഈ ഡിനോമിനേറ്ററിൽ 100 ഉണ്ട്. അപ്പോൾ നമുക്കത് 10⁻2 എന്ന് കൊടുത്തൂടെ. ഓക്കെ, സോ 366 ന്യൂമറേറ്ററിൽ 10⁻⁻5, ഡിനോമിനേറ്ററിൽ 10⁻2. അപ്പോൾ ഈ 10⁻2 ഡിനോമിനേറ്ററിൽ 10⁻2 ന്യൂമറേറ്ററിൽ പോകുമ്പോൾ 10⁻⁻2 ആവും. 366 by 127. സോ 366 by 127 എന്ന് പറയുന്നത് ഇൻറ്റു അതിൻ്റെ കൂടെ എന്തും കൂടെ വരും, -5 -2 ആഡ് ചെയ്യുമ്പം -7 കിട്ടും. സോ 366നെ നമുക്ക് 127 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 127 × 2 എന്ന് പറയുമ്പോൾ 2 7s are 14, 1 2 2s are 4, 1 5 254. ഇനി നമുക്ക് 127നെ 4 ഉണ്ട്. ഓക്കെ, 2 4 7s are 28, 2 2 4s are 8, 2 10 1. അപ്പോൾ 5 നോട്ട് ചെയ്തിട്ട് ഇത് വലിയ വാല്യൂ. ഇനി 3 കൊണ്ട് നോക്കാം. 21 2 6 2 8 381. അപ്പോൾ ആക്ച്വലി 2 കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. 2 127s are 254. 6 4s are 6 ന്ന് 4 കൊടുക്കുമ്പോൾ 2, 6 ന്ന് 5 കുറച്ചാൽ 1 1. സോ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയേ 1120. എന്തായാലും 127 × 10 എന്ന് പറയുമ്പം 1270 ആവും. അത്രയും വലിയ വാല്യൂ അല്ല. സോ നമുക്ക് 127 × 9 നോക്കാം. 18 + 6 24 2 11 1143 ആണ് വന്നത്. 2
1143 അല്ല 1120 ആണ്. അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ 8 ആയിരിക്കും വരുന്നത്. അപ്പോൾ 8 എന്തായാലും വരും. സോ 2.8 നമുക്ക് അത്രയും മതി, നമ്മൾ ഇനിയും ചെയ്ത് പോകണ്ട. അപ്പം നമ്മുടെ ആൻസർ നമ്മുടെ ആൻസർ 2.8 × 10⁻⁻7. ഇത്രയും. ഇതെന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ആംഗിൾ അല്ലേ. അപ്പം ആംഗിളിൻ്റെ യൂണിറ്റ് എന്താ? പ്ലെയിൻ ആംഗിൾ. അതിൻ്റെയൊക്കെ യൂണിറ്റ് റേഡിയൻ ആംഗിൾ. റേഡിയൻ ആണ്, റേഡിയൻ ആംഗിൾ അല്ല, റേഡിയൻ. റേഡിയൻ. ഓക്കെ. ആംഗിൾ ആൻഡ് പ്ലെയിൻ ആംഗിൾ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ്. പ്ലെയിൻ ആംഗിളും ആംഗിൾ ആൻഡ് പ്ലെയിൻ ആംഗിൾ അല്ല, സോറി, പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ എടുത്താലും നമ്മൾ സോളിഡ് ആംഗിൾ എടുത്താലും രണ്ടുപേർക്കും ഡയമെൻഷൻ ഇല്ല, പക്ഷെ രണ്ടുപേർക്കും യൂണിറ്റ് ഉണ്ട്. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയനും സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയനുമാണ് കേട്ടോ. അപ്പം നമ്മൾ കണ്ടെത്തി. ഇവിടെ നമ്മൾ വിശ്ലേഷണ പരിധി അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി. 2.8 × 10⁻⁻7 റേഡിയൻ. ഈ 2.8 എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോയിന്റ് കഴിഞ്ഞ് 5 എബോ ആണെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്താൽ 3 × അങ്ങനെയും കാണും കേട്ടോ. ആൻസറിൽ ചിലപ്പം 2.8 തന്നെ കാണും, അല്ലെങ്കിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും. മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ എഴുതുക. 2.8 ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതുക. ഇനി 2.8 ഇല്ല, 3ഉം 2.5 ആണെങ്കിൽ 3 എടുക്കണം കേട്ടോ, റൗണ്ട് ചെയ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 600 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം നക്ഷത്രത്തിൽ നിന്നും പതിക്കുന്നു. അപ്പം വേവ് ലെങ്ത് തന്നു 600 നാനോമീറ്റർ. രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള കോണീയ അകലം. അപ്പം രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു കോണീയമായിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ തീറ്റയാണ് തന്നിരിക്കുന്നത്. 2.92 × 10⁻⁻7 റേഡിയൻ. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ അപ്പർച്ചർ എന്തായിരിക്കും? ഇപ്പോൾ ആക്ച്വലി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് D ആണ്. അപ്പോൾ നമ്മുടെ ടേംസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് 1.22 λ/D ആണ്. ആക്ച്വലി ഇവിടുത്തെ ആംഗിൾ തന്നെ എന്തിന് ഇക്വലൻ്റ് ആയിട്ട് മാറുന്നു? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ, വിശ്ലേഷണ പരിധിക്ക് ഈക്വൽ ആയിട്ട് മാറുന്ന ഒരു കണ്ടീഷനാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഈ തീറ്റ എന്നുള്ള വാല്യൂ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. എന്നാലും നിങ്ങൾ ആലോചിക്കുക, ഈ തീറ്റ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ്. അതായത് ഈ രണ്ട് നക്ഷത്രങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ രണ്ട് നക്ഷത്രത്തെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു ഫീച്ചറാണ് നമ്മളുടെ റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഡി തീറ്റ ആണ് ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഡി തീറ്റ അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് 1.22 λ/d തീറ്റ ആയിരിക്കും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡി തീറ്റ × ഡി. അങ്ങനെയാണെങ്കിൽ ഡി കണ്ടുപിടിക്കാൻ 1.22 λ/d തീറ്റ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ലാംഡ വേവ് ലെങ്ത് എത്രയാണ്? 600 നാനോമീറ്റർ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ വാല്യൂ. എന്നെ കൊടുക്കുന്നു ഡി തീറ്റ. (2.92 × 10⁻⁻7). ഓക്കെ. അപ്പോൾ അതാ നിങ്ങൾ നോക്കിയേ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 രണ്ട് പ്ലേസ്, അതായത് 1.22 പോയിന്റ് കഴിഞ്ഞ് രണ്ട് പ്ലേസ്. ഇവിടെ ഈ 2.92 പോയിന്റ് കഴിഞ്ഞ് രണ്ട് പ്ലേസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ജനറലൈസ് ചെയ്തെഴുതാം. അതായത് 1.22 മൊത്തം പോയിന്റുകളെന്ന് എഴുതാം /292 എന്ന് എഴുതാം. കാരണം പോയിന്റ് കഴിഞ്ഞ് രണ്ടിടത്തും എന്താണ്? ഈക്വൽ ഡെസിമൽ പ്ലേസ് ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡെസിമൽ പ്ലേസ്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് 2 ഡെസിമൽ പ്ലേസ്. അപ്പം രണ്ടും ഈക്വൽ ഡെസിമൽ പ്ലേസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 122/292 എന്ന് എഴുതാം, പ്രശ്നമില്ല. ഓക്കെ. ഇൻറ്റു 600 ഇൻറ്റു നാനോമീറ്റർ. നാനോമീറ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 10⁻⁻9 ഇൻറ്റു 10⁻⁻7. അപ്പോൾ നമുക്കത് ന്യൂമറേറ്ററിൽ നമുക്ക് ഈ ആദ്യം ഈ പവർ ഒന്ന് ചെയ്ത് റെഡിയാക്കാം. 122 × 6 ഇൻറ്റു ഇതിന് എന്തെന്ന് എഴുതാം?
100നെ 10⁻², into 10⁻⁻9. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ -9ഉം +2ഉം -9 +2 ചെയ്താൽ -7. അപ്പോൾ ഇവിടെ എന്ത് വരും? 10⁻⁻7. ഇവിടെ ആക്ച്വലി 292 ഉണ്ട്, നമ്മളത് എഴുതിയില്ലല്ലോ. ഓക്കെ, ഈ 292 ഉണ്ട്, ഞാൻ എഴുതാൻ വിട്ടുപോയതാണേ. 122 × 6 × 10⁻⁻7 ഡിവൈഡഡ് ബൈ 292 × 10⁻⁻7. അപ്പോൾ ഈ രണ്ട് 10⁻⁻7 നമുക്ക് ക്യാൻസൽ ചെയ്തുകൂടെ? രണ്ടും സെയിം ക്വാണ്ടിറ്റി അല്ലേ. നമ്മൾ എപ്പോഴും ഒരു ഫ്രാക്ഷൻ എഴുതിയാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ക്വാണ്ടിറ്റി വന്നാൽ നമ്മളതിനെ എന്ത് ചെയ്യും? ക്യാൻസൽ ഓഫ് ചെയ്യും. അപ്പോൾ ഈ 10⁻⁻7ഉം 10⁻⁻7ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മുടെ ആൻസർ 122 × 6 / 292. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഈ രണ്ട് ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിലെ ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 6 2s are 12, 1 2 is 1, 61 കിട്ടും. ഡിനോമിനേറ്റർ ആണെങ്കിൽ 1 2 is 2, 4 2s are 8, 12 6, 146. ഓക്കെ, നമുക്ക് വീണ്ടും 3 കൊണ്ട് ചെയ്യാം, അല്ല 2 കൊണ്ട് ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പം 3 2s are 6, ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പം 7 2s are 40, 73. 61 × 3/73. ഈ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 61 183/73. ഇവിടെ ആക്ച്വലി നമ്മൾ വന്നത് കണ്ടുപിടിക്കുന്നത് ഡി അല്ലേ, ലെൻസിൻ്റെ. യൂണിറ്റ് ഒന്നും ഇല്ലല്ലേ ഇപ്പം? യൂണിറ്റ് അല്ല, നമ്മളിപ്പം പവേഴ്സ് ഒന്നും ഇല്ലാതാണ് ആൻസർ പോകുന്നത് കേട്ടോ. 183/73. ഓക്കെ, അതിൻ്റെ ട്വൈസ് വാല്യൂ ആകുമ്പം 146. നമുക്ക് 73 × 3 നോക്കാം. 3 7s are 20, 3 3s are 9, 7 3s are 2. അത് പറ്റില്ല. അപ്പോൾ 2 വാല്യൂ എടുക്കാം. 273s are 6, 146. 73 2s are 146. ഇനി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ 13 6 പറഞ്ഞാൽ 6ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 13. 7 4 പറഞ്ഞാൽ 3. നമുക്കപ്പോൾ 37 ചെയ്യാൻ പറ്റില്ല, 73 ആണ്. അപ്പോൾ നമുക്കൊരു പോയിന്റ് ഇട്ട് കൊടുക്കാം. 2 പോയിന്റ് ഇടുമ്പോൾ ഒരു 0 കൂടെ കിട്ടും. 370. അപ്പോൾ 73യുടെ എത്ര മൾട്ടിപ്പിൾ ആണ് 370 നോക്കാം. 5 നോക്കി, 3 5s are 15, 1, 7 5s are 35 + 1 365. യെസ്, 365. ഫൈവ് വരുന്നു. അപ്പോൾ പിന്നെയും നമുക്ക് എന്തോ ഇടുന്നു, നമ്മൾ ഒരു 0 കൊടുക്കുന്നു. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ നമുക്ക് പിന്നെയും 5 0 എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ 50ക്കകത്ത് നമുക്കിവിടെ 5 കിട്ടി. അപ്പോൾ നമ്മൾ പോയിന്റ് ഉള്ളതുകൊണ്ട് ഒരു 0 എടുത്തോ. അപ്പോൾ ഈ 50ൽ 73 പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഒരു ഡിജിറ്റ് നമ്മൾ താത്തിറക്കുന്നതിന് മുന്നേ ഒരു 0 നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ 2.50 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 2.50 എന്തിൽ വരും? ഇവിടെ ഏത് യൂണിറ്റിലാണ് വരുന്നത്? ആക്ച്വലി മീറ്ററിലാണല്ലേ വരുന്നത്. 2.50 മീറ്റർ, 2.50 മീറ്ററിലാണ് നമുക്ക് വന്നത്. ഓക്കെ, കാരണം നമുക്കിവിടെ പവർ ഒന്നുമില്ല, പവർ മൊത്തത്തിൽ ക്യാൻസലായിപ്പോയി. 2.50 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ചില പ്രോബ്ലംസ് ഒക്കെ ആക്ച്വലി ഇങ്ങനെ ടീഡിയസ് ആയിട്ട് നമ്മൾ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ചിലതാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന പ്രോബ്ലംസും ഉണ്ട്, ചിലത് നല്ല ഡെപ്തിലും. എന്തായാലും നമ്മളെല്ലാം ചെയ്ത് പോവാം. ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഒരു മൈക്രോസ്കോപ്പിൻ്റെ, ഇനിയിപ്പം മൈക്രോസ്കോപ്പിലോട്ട് വന്നു. സംഖ്യാത്മക അപ്പർച്ചർ കാണുക.
രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 10⁻⁻⁴ സെന്റിമീറ്റർ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു മൈക്രോസ്കോപ്പിന്റെ കേസിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ അവിടെ എന്താ തന്നിരിക്കുന്നത്? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ്, വിശ്ലേഷണ പരിധിയാണ്. അതിനെ നമ്മൾ ഡി എന്നാണ് മൈക്രോസ്കോപ്പിൽ കൊടുക്കുന്നത്. ഡി എന്ന് പറയുന്നത് λ/2μ sin θ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ന്യൂമറിക്കൽ അപ്പേർച്ചർ ആണ്, സംഖ്യാത്മിക അപ്പേർച്ചർ ആണ്. അതെന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? മ്യൂ സൈൻ തീറ്റയ്ക്ക് ഇക്വലന്റ് ആണ്. അപ്പം നമുക്ക് ഈ മ്യൂ സൈൻ തീറ്റയ്ക്ക് പകരം ന്യൂമറിക്കൽ അപ്പേർച്ചർ NA എന്നുള്ള വാല്യൂ കൊടുക്കാം. എന്നും NA ഒക്കെ കൊടുക്കാം കേട്ടോ. D is equal to λ/2NA. ഓക്കെ, തന്നിരിക്കുന്നത് ഡി ആണ്, അതായത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡി തന്നിട്ടുണ്ട് 10⁻⁻⁴ സെന്റിമീറ്റർ. ഓക്കെ, പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം 5.8 × 10⁻⁵ സെന്റിമീറ്റർ. ലാംഡ തന്നിരിക്കുന്നു 5.8 × 10⁻⁵ സെന്റിമീറ്റർ. അപ്പോൾ ലാംഡയും തന്നു, ഡിയും തന്നു, എണ്ണയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എണ്ണയുടെ വാല്യൂ എന്ത് വരുമെന്ന് നോക്കാം. അപ്പം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ D/1 ആണ് കേട്ടോ. 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ഈ ലാംഡയെ. അപ്പം 2D ന്യൂമറിക്കൽ അപ്പേർച്ചർ ഈസ് ഈക്വൽ ടു 1 × ലാംഡ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ന്യൂമറിക്കൽ അപ്പേർച്ചർ ആണ്. ഈസ് ഈക്വൽ ടു λ/2D. ഓക്കെ, ന്യൂമറിക്കൽ അപ്പേർച്ചർ ഈസ് ഈക്വൽ ടു λ/2D. ലാംഡ എന്ന് പറയുന്നത് 5.8 × 10⁻⁵/2 × D. ഡിയുടെ വാല്യൂ നോക്കാം. ഡിയുടെ വാല്യൂ 10⁻⁻⁴. സോ 5.8 × 10⁻⁻⁵/2. ഈ 10⁻⁻⁴ ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ എന്തായി മാറും? 10⁻+4. അതാ നോക്കിയേ, -5 + 4. -5ഉം +4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? യെസ്, -1. ഓക്കെ, -5 + 4 -1 5.8/10⁻⁻1. ഇനി നമുക്ക് നേരത്തെ കണക്ക് അപ്പോൾ നോക്കിയേ, ന്യൂമറേറ്ററിൽ പോയിന്റ് കഴിഞ്ഞ് 1 പ്ലേസ്. സോ അത് മാറാനായിട്ട് നമ്മൾ 58 എന്ന് തന്നെ എഴുതുന്നു × 10⁻⁻1. ഡിനോമിനേറ്ററിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? പോയിന്റ് കഴിഞ്ഞ് 1 പ്ലേസ് ആയതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിയേ, 58/2 ഇൻറ്റു ഇവിടെ ഒരു 10⁻⁻1 ഉണ്ട്, ഇവിടെ 10⁻1 അല്ലേ, അത് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ എന്തായി മാറും? 10⁻⁻1 ആയി മാറും. സോ 58/2 ഇൻറ്റു 10⁻⁻2. 58നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2s are 4, ബാലൻസ് 1 18, 24 × 10⁻⁻2. നമുക്കിതിനെ ഒന്നും ഇങ്ങനെ ഒന്നെങ്കിൽ 29 × 10⁻2 എന്ന് വരും. ആക്ച്വലി മില്ലിമീറ്ററിൽ പറയുന്നതല്ലേ ഇത്രയും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മില്ലിമീറ്റർ വരാൻ വേണ്ടി, മില്ലിമീറ്റർ എന്ന് പറയുമ്പം 10⁻⁻3 വരണം. അപ്പം ഞാൻ ഇവിടെ ഒരു 10⁻⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിലും 10⁻⁻1. അങ്ങനെ ചെയ്യുന്നത് ആൻസർ മില്ലിമീറ്ററിൽ വരണം. അല്പം കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് മില്ലിമീറ്ററിൽ എഴുതുന്നതായിരിക്കും ബെറ്റർ. മിക്കവാറും ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് ഒക്കെ മില്ലിമീറ്ററിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സ്ക്രീനുമായിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ, ക്യാപിറ്റൽ D, അത് മീറ്ററിൽ അങ്ങനെയൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താണ്
നമ്മുടെ ടെക്സ്റ്റുകൾ കൂടുതലും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആൻസേഴ്സിലും അങ്ങനെ ആയിരിക്കും. നമ്മൾ നേരത്തെ SSCക്ക് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു. ആ ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടില്ലേ ആൻസർ മില്ലിമീറ്ററിലാണ്. അപ്പോൾ ഇത്രയും കൂടെ ആ ഒരു മെഷർമെൻറ്റിലായിരിക്കും അവരുടെ വാല്യൂ. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ആ എങ്ങനെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഓരോ സ്ലിറ്റിൻ്റെയും ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 0.3 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ മില്ലിമീറ്റർ റേഞ്ച് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനത്തെ വാല്യൂ തരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, മുകളിൽ 10⁻³ ആയി, 29 × 10⁻³ ന്യൂമറേറ്ററിലായി, ഡിനോമിനേറ്ററിൽ 10⁻⁻1 ഉണ്ട്. ഓക്കെ, ആ 10⁻⁻1 ഇപ്പോൾ 29 ഇൻറ്റു ന്യൂമറേറ്ററിലോട്ട് വരുമ്പം അത് 10 ആവും. 10⁻⁻1 ന്യൂമറേറ്ററിൽ വരുമ്പം 10⁻+1 ആവും മില്ലിമീറ്റർ. ദാറ്റ് ഈസ് 290 മില്ലിമീറ്റർ ആണ് ആൻസർ. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ കിട്ടിയത്. പല രീതിയിൽ വരാൻ നിങ്ങളോട് ഞാൻ ഈ രീതിയിൽ ആൻസർ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അന്നേരം അല്പം കൂടി ബെറ്റർ ആൻസർ ആവാൻ വേണ്ടിയാണ് കേട്ടോ. ഓപ്ഷനിൽ നിന്ന് നോക്കിയിട്ട് വേണം നമ്മളിതിൻ്റെയൊക്കെ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ 290 മില്ലിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇത് മീറ്റർ ആണെങ്കിൽ 290 × 10⁻³ എന്ന് വരും. ഓക്കെ, അപ്പം അങ്ങനെ വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി പോളറൈസേഷൻ അല്ലെങ്കിൽ ധ്രുവീകരണം എന്താണ്? ആക്ച്വലി നമ്മുടെ വേവ് ഒപ്റ്റിക്സിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ ഇത്. വേവ് ഒപ്റ്റിക്സിൽ നിന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായി പഠിച്ചത്. ഇൻ്റർഫറൻസിനെ പറ്റി പഠിച്ചു, ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭങ്കനം, ഇതെന്ന് പറയുന്നത് പോളറൈസേഷൻ അല്ലെങ്കിൽ ധ്രുവീകരണം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ടോപ്പിക്ക് പഠിക്കും. പിന്നെ 2 ടോപ്പിക്കോടുകൂടി ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും. പിന്നെ ഹീറ്റ് ഉള്ള യൂണിറ്റാണ്, ആ യൂണിറ്റിലോട്ട് നമുക്ക് മൂവ് ഓൺ ആവാം. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക് പോളറൈസേഷൻ. അപ്പോൾ ആക്ച്വലി ഈ പോളറൈസേഷന് നമ്മുടെ ഒപ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ധ്രുവീകരണത്തിന്. അതായത് ഈ പോളറൈസേഷൻ എന്ന ഒരു പ്രതിഭാസത്തൂടെയാണ് പ്രകാശത്തിന് ട്രാൻസ്വേഴ്സ് നേച്ചറാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം നമുക്കറിയാം പ്രധാനമായിട്ടും ഇപ്പം വേവിൻ്റെ നമ്മൾ നോക്കിയ വേവിൻ്റെ ചലനം അനുസരിച്ച് വേവ് മോഷൻ്റെ ബേസിസിൽ വേവ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു തരംഗം എങ്ങനെയാണ് ചലിക്കുന്നത് എന്ന് നോക്കിയാൽ അതിനെ പ്രധാനമായിട്ടും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വേവ് മോഷനെയാണ് കേട്ടോ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങളിത് ഇൻഡെപ്തായിട്ട് നിങ്ങളിത് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കും. കാരണം ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനും വേവിനെയൊക്കെ പറ്റി പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ വേവ് മോഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് ട്രാൻസ്വേഴ്സും ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനും. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അനുപ്രസ്ഥം, ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ അനുദൈർഘ്യം. അതിൽ അനുപ്രസ്ഥം അതായത് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വേവ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു വേവ് ഇങ്ങനെ പോകുമ്പം ആ വേവിൻ്റെ ഡയറക്ഷൻ ഒരു തരംഗത്തിൻ്റെ ദിശയ്ക്ക് ലംബമായിട്ടായിരിക്കും, ലംബ ദിശയിലായിരിക്കും. ഈ വേവ് എങ്ങനെയാണോ ചലിക്കുന്നത് അതിൻ്റെ ലംബ ദിശയിലായിരിക്കും ഓരോ വസ്തുക്കളും എന്ത് ചെയ്യുന്നത്, ചലിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു കയറ് ഒരു എഞ്ചിൽ കെട്ടിയിടുന്നു. നമ്മളൊരു എന്തെങ്കിലും ഒരു തൂണിൽ ഒരു കയറ് കെട്ടിയിടുന്നു. എന്നിട്ട് ആ തൂണിൻ്റെ കയറ് ഒരു എഞ്ച് ആ കയറ് ആ തൂണിൽ കെട്ടി ബാലൻസ് ആ കയറ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പം ഒരെഞ്ച് അത് ഫിക്സ്ഡ് ആണ്, ഒരെഞ്ച് നമ്മുടെ കയ്യിലിരിക്കുന്നു. എന്നിട്ട് ഈ കയറ് നമ്മൾ അല്പം കൂടി പിടിച്ച് നല്ല രീതിയിൽ വലിച്ചു വെക്കുന്നു. അതായത് നമുക്ക് ആ കയറിന് ഒരു ടെൻഷൻ, ഒരു വലിവ് ബലം നമ്മൾ കൊടുക്കണം. അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഈ കയറിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഉയർത്തുന്നു. അപ്പോൾ അവിടെ ഒരു ജെർക്ക്, പെട്ടെന്നൊരു ഉയർച്ചയും താഴ്ച പെട്ടെന്നൊരു ജെർക്ക് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഈ കയർ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും നമ്മൾ ആക്കുമ്പം ആക്ച്വലി ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇത്തരത്തിൽ ഇങ്ങനെയാണ് വേവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വേവ് ഇവിടെ നിന്നും ഇങ്ങോട്ട്, അപ്പം ഞാൻ ഇങ്ങനെ ആകുമ്പം വേവ് ഇങ്ങനെ പോകുന്നു, പക്ഷെ ഓരോ പാർട്ടിക്കിളും മുകളിൽ നിന്ന് താഴോട്ട്. നമ്മളിപ്പോൾ അതിനകത്ത് ഒരു റിബൺ കെട്ടിയിട്ട് അത് എക്സാക്റ്റ് മനസ്സിലാവും. ആ കയറിൽ ഓരോ റിബൺ കെട്ടിയിട്ട് ഈ റിബൺ മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടും താഴോട്ടും ആയിരിക്കും പോകുന്നത്. അതായത് വേവ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആ തരംഗം സഞ്ചരിക്കുന്ന ഏത് ഡയറക്ഷനാണോ അതിന് പെർപെൻഡിക്കുലറായിട്ട് ലംബമായിട്ടായിരിക്കും ഓരോ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. ഈ ഒരു പ്രതിഭാസം, ഈ ഒരു
ഇത്തരത്തിലുള്ള വേവിനെയുമാണ് നമ്മൾ വിളിക്കുന്നത് ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എടുക്കുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം വേവ് ഇങ്ങോട്ട് പോകുന്നു. വേവ് ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് പാരലായിട്ടായിരിക്കും വേവിൻ്റെ സഞ്ചാരത്തിന് അതേ ദിശയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വസ്തുക്കളും ആ ഓരോ പാർട്ടിക്കിളും ചലിക്കുന്നത്. അതായത് വേവ് ഇങ്ങനെയാണെങ്കിൽ അതിന് പാരലായിട്ട് അതിന് സമാന്തരമായിട്ടായിരിക്കും ഓരോ വസ്തുക്കളും ചലിക്കുന്നത്. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ വേവ് നമ്മളിപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ നമ്മൾ എവിടെയൊക്കെ കാണാൻ പറ്റും, വെള്ളത്തിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രിങ്ങുകളിലൊക്കെ കാണാൻ പറ്റുന്നത് അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അതുപോലെ തന്നെ ഈ അനുപ്രസ്ഥ തരംഗങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കംപ്രഷനും ഉണ്ട്, കംപ്രഷൻ അല്ല, ക്രസ്റ്റും ഉണ്ട്, ട്രഫും ഉണ്ട്. ഈ ഉയർന്ന ഭാഗം, അതായത് ഈ വേവിൽ ഏറ്റവും മുകളിലോട്ടുള്ള ഈ ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ് അഥവാ ശൃംഗം അഥവാ ഉയർച്ച. ഓക്കെ, ഇനി ഈ താഴോട്ടുള്ള, അതായത് ഈ വേവിന് താഴോട്ട് വരുന്ന പാർട്ടിക്കിളെ, താഴോട്ട് ചലിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രഫ്. ട്രഫ് അഥവാ താഴ്ച അല്ലെങ്കിൽ നീചഭാഗം. ഓക്കെ, ഇത്രയും ട്രഫ്, താഴ്ച അല്ലെങ്കിൽ നീചങ്ങൾ എന്നാണ് നമ്മൾ ട്രഫിനെ പറയുന്നത്. ഇപ്പോൾ ഒരു ക്രസ്റ്റും ട്രഫും ചേർന്നായിരിക്കും എപ്പോഴും ഒരു അനുപ്രസ്ഥ തരംഗം രൂപീകരിക്കുന്നത്. എന്നാലും നമ്മൾ അനുദൈർഘ്യം പഠിച്ചു. എങ്ങനെയാണോ വേവ് സഞ്ചരിക്കുന്നത് അതിന് പാരലായിട്ടായിരിക്കും, സമാന്തരമായിട്ടായിരിക്കും വസ്തുക്കളും ചലിക്കുന്നത്. ഇത്തരത്തിലുള്ള വേവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനുദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ നിങ്ങൾ നോക്കി ഇങ്ങനെ പോകുന്നതിന് എക്സാമ്പിളാണ് നമ്മുടെ സൗണ്ട് വേവ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ചിലയിടങ്ങളിൽ മർദ്ദം കൂടുതലാണ്, പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രഷർ നല്ല കൂടിയ റീജിയൻ ആണ്, ഹൈ പ്രഷർ കൂടിയ റീജിയൻ, മർദ്ദം കൂടിയ, ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രഷൻ. മർദ്ദം കൂടിയ മേഖല എന്നും പറയും കേട്ടോ. ചില ടെക്സ്റ്റുകളിൽ കംപ്രഷനും മർദ്ദം കൂടിയ മേഖല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, മർദ്ദം എല്ലാം കുറഞ്ഞത്, മർദ്ദം കുറവാണ്, ലോ പ്രഷറാണ്. അപ്പോൾ ഇവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം, റെയർ ഫാക്ഷൻ. മർദ്ദം കുറഞ്ഞ മേഖല, റെയർ ഫാക്ഷൻ ആണ്. അപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അഥവാ അനുദൈർഘ്യ തരംഗം ഒരു കംപ്രഷനും റെയർ ഫാക്ഷനും കൊണ്ടായിരിക്കും നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനമായിട്ടും 2 തരം വേവ് മോഷൻ ഉണ്ട്. അത് പറഞ്ഞാലേ നമുക്ക് ഇനി ട്രാൻസ്വേഴ്സ് നേച്ചറിനെ പറ്റി പറയാനായിട്ട് പറ്റും. ട്രാൻസ്വേഴ്സ് നേച്ചർ അത് പറഞ്ഞാലേ നമുക്കിനി പോളറൈസേഷനെ പറ്റി പറയാൻ പറ്റും. അതായത് പോളറൈസേഷൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പം നമുക്ക് ഈ വേവ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞത്. ഇത് നിങ്ങൾ ഓൾറെഡി ഇനി ഫസ്റ്റ് യൂണിറ്റിൽ ഈ ടോപ്പിക്കൊക്കെ പഠിക്കും. ഓക്കെ, അപ്പം നമ്മൾ നോക്കിയേ, നമ്മൾ ഇപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൂര്യനിൽ നിന്നുള്ള ഒരു തരംഗം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബൾബിൽ നിന്നൊക്കെയുള്ള ഒരു തരംഗം എടുക്കുന്നു. ആ ഒരു തരംഗത്തെ നമ്മൾ ആദ്യം എക്സ്പെരിമെൻ്റ് പറഞ്ഞ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ മനസ്സിലാവും. ഇതാ നോക്കിയേ, ഒരു സൂര്യനിൽ നിന്നോ ഒരു ബൾബിൽ നിന്നോ ഉള്ള ഒരു തരംഗം ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഈ തരംഗത്തെ നമ്മൾ ഇവിടെ 2 സ്ലിറ്റുകൾ കണ്ടോ, നിങ്ങൾ S1 എന്നും S2 എന്നും 2 സ്ലിറ്റുകൾ കാണുന്നു. ഇപ്പം നിങ്ങൾ 2 സ്ലിറ്റുകളാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ സ്ലിറ്റിലൂടെ കടന്നു പോയപ്പോൾ 2 സ്ലിറ്റിലൂടെയും ഈ വേവ് കടന്നു പോകുന്നു. അപ്പം നിങ്ങൾ നോക്കിയേ, ഈ വേവ് താണ്ട് ഇങ്ങനെയും ഉണ്ട്, ഇങ്ങനെയും ഒരു പാർട്ടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയും ഒരു പാർട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു വേവ് പോകുന്നു. അപ്പോൾ ആ വേവ് ഇങ്ങനെ പോയപ്പം അതിങ്ങനെ പല ഡയറക്ഷനിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷെ അങ്ങനെ പല ഡയറക്ഷനിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വേവിനെ ആദ്യത്തെ സ്ലിറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്, ഈ രണ്ടും ഇവിടെ 2 ദിശയിലല്ലേ ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് കണ്ടു ഒരു ദിശയിലുള്ള ഒറ്റ വേവായിട്ട് 2 ദിശകൾ ഇവിടെ ഉണ്ടായിരുന്നു, 2 ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാണിച്ചു. ഇപ്പം നമുക്ക് ഒറ്റ ഡയറക്ഷനിലുള്ള വൈബ്രേഷൻ മാത്രം കിട്ടി. വീണ്ടും അത് രണ്ടാമത്തതിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് അതേ വേവ് തന്നെ കിട്ടി, ഒരു മാറ്റവും ഇല്ല. ഇവിടെ അതുപോലെ തന്നെ പല ഡയറക്ഷൻ, ഇവിടെ ഒരു ഡയറക്ഷൻ, ഇത് മറ്റൊരു ഡയറക്ഷൻ, 2 ഡയറക്ഷനിലായിട്ട് ഇങ്ങനെ വേവ് വരുന്നു. ആദ്യത്തെ സ്ലിറ്റിലൂടെ പാസ് ചെയ്യുമ്പം ഇതിന് സിമിലർ ആയിട്ട് മറ്റൊരു വേവിനെ കിട്ടുന്നു. പക്ഷേ നമ്മൾ ഇവിടെ ദാണ്ട് ഈ വേവ് വെച്ചിരിക്കുന്ന നോക്കിയേ, ആദ്യം നമ്മൾ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. ഓക്കെ, ഇങ്ങനെ വെച്ചിരുന്നു.
ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇപ്പം എന്താ ഇങ്ങനെ വെക്കുന്നു. നമ്മളിപ്പോൾ ഒരു ബ്ലേഡ് ഇതാ നേരെ വെക്കുന്നു. ആ ബ്ലേഡ് തന്നെ നിങ്ങൾ ഓർത്താൽ മതി. കാരണം ബ്ലേഡിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ട്, പക്ഷേ അത് ഇച്ചിരി കൂടെ നാരോ ആണെന്ന് വിചാരിക്കുക. ബ്ലേഡിൻ്റെ കേസിൽ നടുക്കത ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ഇതില്ല, നാരോ ആയിട്ടങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ബ്ലേഡ് വെക്കുന്നു. ഇനി ബ്ലേഡ് നമ്മളിതാ ചരിച്ചു വെക്കുവാണ്. ഓക്കെ, അപ്പോൾ ചരിച്ചു വെക്കുമ്പോൾ ആക്ച്വലി ഈ വേവ് പോലും നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ 2 ദിശയിലുള്ള വേവായിരുന്നു. ഈ ആദ്യത്തെ സ്വിച്ചിലൂടെ പാസ് ചെയ്തപ്പം ഒരു ദിശയിലുള്ള വേവിനെ കിട്ടി. ഇനി രണ്ടാമത്തെ സ്വിച്ചിലൂടെ പാസ് ചെയ്യുമ്പം നമുക്ക് ഒരു വേവും കിട്ടുന്നില്ല. ആക്ച്വലി ഇപ്പം നമ്മൾ ഈ കണ്ടത് ഫുള്ള് ധ്രുവീകരണം അല്ലെ പോളറൈസേഷൻ എന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയാണ്. അപ്പം നമുക്ക് ആദ്യം ഇതെന്താണെന്നൊന്ന് പറഞ്ഞിട്ട് ഈ ഫിഗർ നമ്മൾ ഒന്നുകൂടെ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ലൈറ്റ് വേവ്, അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ സൂര്യനിൽ നിന്നും വരുന്നതോ അല്ലെങ്കിൽ ഒരു ബൾബിൽ നിന്ന് വരുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു ലൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വേവ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ഒരു വേവ് സഞ്ചരിക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആയിരിക്കും ആര് സഞ്ചരിക്കുന്നത്, അതിനകത്തുള്ള പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു വേവിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ പല ഡയറക്ഷനിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഡയറക്ഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിപ്പം നമുക്ക് ലൈറ്റ് വേവോ ഏതെങ്കിലും ഒരു വേവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് പല ഡയറക്ഷനിൽ ഇവിടെ മൂവ്മെൻറ്റ് കാണിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ഫോമും ഓർത്ത് വെക്കുക. ഇതെന്ന് പറയുന്നത് ഒരു വേവ് സഞ്ചരിക്കുന്നു. അപ്പം വേവ് സഞ്ചരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആ വേവിൻ്റെ ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ അതിന് പല ഡയറക്ഷനിലും വൈബ്രേഷൻ ഉണ്ട്. ഇത് കണ്ട് ഇത്രയും ഡയറക്ഷൻ അതിന് വൈബ്രേഷൻ പോസിബിൾ ആണ്. ഇനിയിപ്പോൾ എന്താ നോക്കിയാൽ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇത് 2 ഡയറക്ഷനിലുള്ള വൈബ്രേഷനാണ് കാണിക്കുന്നത്. അതായത് ഒന്ന് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ പെർപെൻഡിക്കുലറായിട്ട്, ഒന്ന് ഈ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനും, അതായത് നമ്മളൊരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ മുകളിലോട്ടും താഴോട്ടും അങ്ങനെയുള്ള വൈബ്രേഷനാണ് ഇത്. ഇങ്ങനെ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആ പേപ്പറിൻ്റെ സെൻറ്ററിലൂടെ ഉള്ള വൈബ്രേഷനാണിത്. ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ എടുത്താൽ ഇപ്പം നിങ്ങളെ പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള വേവുകൾ. അതായത് നമ്മളിങ്ങനെ ഒരു പേപ്പർ എടുക്കുന്നു, ആ പേപ്പറിൻ്റെ സെൻറ്ററിൽ കൂടി ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, നിറയെ നമ്മളിങ്ങനെ നീളത്തിലുള്ള ഒരു പിന്നിങ്ങനെ കുത്തി വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു. ഇനി ആ പേപ്പറിൻ്റെ സൈഡിൽ കൂടെ ഒരു തിക്നെസ് ഉണ്ടല്ലോ, ആ തിക്നെസ്സിലൂടെ ഇങ്ങനെ കുറേ സൂചിയെ കുത്തി വെക്കുന്നു. ആക്ച്വലി ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ആ ഒരു കുഞ്ഞു ഇതിനകത്തൂടെ ഇങ്ങനെ കുത്തി വെക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. ഇപ്പം പക്ഷേ ഫിഗർ അതാണ് കേട്ടോ, മനസ്സിലാവാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മുകളിലോട്ടും താഴോട്ടും, ഒന്ന് ഇങ്ങനെ, അതായത് ആ പ്ലെയിനിനകത്തും പ്ലെയിനിന് പുറത്തോട്ടും, ഇൻറ്റു ദ പ്ലെയിനും ഇത് പ്ലെയിനിന് പുറത്തോട്ട്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വേവാണ്. ഇത് 2 ഡയറക്ഷനിലും മാത്രം വൈബ്രേറ്റ് ചെയ്യുന്ന വേവാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വേവിനെയും നമ്മൾ പറയുന്ന പേര് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്നാണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പോളറൈസേഷൻ സംഭവിക്കാത്ത പ്രകാശം. അപ്പോൾ പോളറൈസേഷൻ സംഭവിക്കാത്ത പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പോളറൈസേഷൻ പരീക്ഷണത്തിൽ നമ്മൾ ആദ്യം എടുക്കുന്ന പ്രകാശം, അതായത് ഇപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശം അല്ലെങ്കിൽ ഒരു ബൾബിൽ നിന്നും വരുന്ന പ്രകാശം, അവ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നു? പല ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതുകൊണ്ട് എല്ലാ പാർട്ടിക്കിളും പല ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഇവിടെ നോക്കിയേ, ഇങ്ങനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള വേവുകളെ നമ്മൾ വിളിക്കും അൺപോളറൈസ്ഡ് വേവ്. അതായത് ഇവർ പോളറൈസേഷൻ ഒന്നും സംഭവിച്ചില്ല. ഇനി പോളറൈസേഷൻ സംഭവിച്ചാൽ നമ്മൾ ഇവരെ വിളിക്കും. അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ പോളറൈസേഷൻ അല്ലെങ്കിൽ ധ്രുവീകരണം എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കിയാൽ അവരെ നമ്മൾ വിളിക്കും. ഇത് അൺപോളറൈസ്ഡ് ആണെങ്കിൽ അവരെ പിന്നെ നമ്മൾ എന്താണെന്ന് വിളിക്കാം? യെസ്, പോളറൈസ്ഡ് എന്ന് വിളിക്കാം. പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസേഷൻ സംഭവിക്കാത്ത ഏതൊരു പ്രകാശത്തെയും നമുക്ക് പോളറൈസേഷൻ അല്ലെ ധ്രുവീകരണം എന്ന പ്രക്രിയയിലൂടെ എന്താക്കി മാറ്റും? പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റും. അതാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, നമ്മൾ എടുത്ത പ്രകാശം എന്താ ഇങ്ങനെ ആയിരുന്നു. നമ്മളിപ്പോൾ ആ ഒരു പ്രകാശത്തിൻ്റെ കേസ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്.
ഇവിടെ മുകളിലോട്ടും താഴോട്ടും എന്താ ഈ ഒരു ഇത് പോളറൈസ്ഡ് ആയിരുന്നു, ഇത് പോളറൈസ്ഡ് ആണ്. അൺപോളറൈസ്ഡ് ആണ്, പോളറൈസേഷൻ സംഭവിക്കാത്തതാണ്. ഇവരെ പോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു വേവ് മാത്രം കിട്ടും. അപ്പം എന്താ നിങ്ങൾ നോക്കിയേ, ഈ ഒരു വേവിൻ്റെ പ്രത്യേകത എന്താ, ഈ അൺപോളറൈസ്ഡ് വേവിനെ നമ്മൾ പോളറൈസേഷന് വിധേയമാക്കിയപ്പോൾ നമുക്ക് നല്ല ഒരു പ്ലെയിനിൽ മാത്രമുള്ളൊരു വേവാണ് കിട്ടിയത്. ഇതെന്ന് പറഞ്ഞാൽ ആ മുകളിലോട്ടും താഴോട്ടും നമ്മൾ ആ പേപ്പർ വെക്കുമ്പോൾ മുകളിലോട്ടും താഴോട്ടും മാത്രം മുട്ടുപിന്നുള്ള ഒരു സ്റ്റേജല്ലേ നമുക്ക് കിട്ടിയത്. ഇനി ഒന്നെങ്കിൽ നമുക്ക് ഇത് കിട്ടും, അല്ലെങ്കിൽ നമുക്കിതാ ഇങ്ങനെ മാത്രം കിട്ടും. ഇതിനർത്ഥം എന്താ, ആ മുട്ടുപിൻ നമ്മൾ സൈഡിൽ കൂടെ ആ പേപ്പറിൻ്റെ തിക്നെസ്സിലൂടെ നമ്മൾ കുറേ മുട്ടുപിൻ ഇൻസേർട്ട് ചെയ്തില്ലേ, ആ ഒരു കോൺഫിഗറേഷൻ കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ ഈ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഈ കോൺഫിഗറേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്തായിരിക്കും, പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് പറഞ്ഞിട്ട് ഈ ഫിഗർ പറഞ്ഞിട്ട് നമുക്ക് ആദ്യം ആ തുടക്കത്തിൽ നമ്മളൊരു സ്ലൈഡിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് പോകാം. അപ്പം നമുക്ക് അത് ഇതെന്താണെന്നൊന്ന് നോക്കാം. ഇപ്പം ഇതാ നിങ്ങൾ നോക്കിയേ, അൺപോളറൈസ്ഡ് അല്ലേ, പോളറൈസേഷൻ സംഭവിക്കാത്തൊരു പ്രകാശം. അപ്പം ഇതാ നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ അത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രകാശം, ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആകുമ്പം ഈ ഇങ്ങനെ ഒരു സെൻറ്ററിലൊരിതുണ്ട് കേട്ടോ, ഒന്നേ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഓറൽസ് നമ്മളിത് ഈ ഒരു ഫോമാറ്റിലും റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഡോട്ടും കൂടെ ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ്, പോളറൈസേഷൻ സംഭവിക്കാത്ത പ്രകാശം. അപ്പം നമ്മൾ പറഞ്ഞു പോളറൈസേഷൻ സംഭവിക്കാത്ത പ്രകാശത്തെ ആദ്യം എന്താ ഈ ഒരു വസ്തുവിലൂടെ, ആദ്യത്തെ ഈ സംഭവത്തിൻ്റെ പേരെന്താ, പോളറൈസർ. നിങ്ങൾ നോക്കിയേ, ഇത് എന്തിന് സിമിലറാ, നമ്മൾ നേരത്തെ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ എന്താ നോക്കിയേ, ആദ്യം ഒരു ഫിഗർ കണ്ടോ, ആദ്യത്തെ സ്ലിറ്റും രണ്ടാമത്തെ സ്ലിറ്റും. നിങ്ങൾ അതിൻ്റെ അലൈൻമെൻറ്റ് നോക്കിയേ, ആദ്യത്തെ സ്ലിറ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ സ്ലിറ്റിനെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നേരെ ഇരിക്കുന്നു, അതേ നേരെ തന്നെ, ഇത് എത്ര ഡിഗ്രി ആണോ ചരിച്ചിരിക്കുന്നത് അതേ ഡിഗ്രി ചരിഞ്ഞാണ് രണ്ടാമത്തെ സ്ലിറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ലിറ്റിൻ്റെ അതേ കോൺഫിഗറേഷനിലാണ് രണ്ടാമത്തെ സ്ലിറ്റ് ആദ്യം വെക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, ആദ്യത്തെ സ്ലിറ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത്, ആദ്യം നേരെ ഇരുന്നു, ഇത് നോക്കിയേ എങ്ങനെയാ, യെസ് ഇവിടെ നേരെ ഇരുന്ന ഇവിടെ 90 ഡിഗ്രിയിൽ ഇരിക്കുന്നു, നേരെ ഇരിക്കുന്നു, ഒന്ന് തിരച്ചീനമായിട്ടിരിക്കുന്നു, ഒന്ന് എന്തായിട്ടിരിക്കുവാണ്, തിരച്ചീന വെർട്ടിക്കലായിട്ടിരിക്കുന്നു, ഒന്ന് ഹൊറിസോണ്ടലായിട്ട്. ഇവിടെ നേരെ ഇരുന്നു വെർട്ടിക്കലായിട്ടിരുന്നു, ഇവിടെ എന്തായിട്ടിരുന്നു ഹൊറിസോണ്ടലായിട്ടിരിക്കുന്നു. ആ ഒരു അലൈൻമെൻ്റാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ സ്ലിറ്റും സ്ലിറ്റിന് പകരം എന്താ ഇങ്ങനൊരു ഫിഗറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ സ്ലിറ്റിന് സിമിലറായിട്ട് ആദ്യത്തെ സ്ലിറ്റ് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ അടുത്ത ആളും ഇരിക്കുന്നു. ഇവിടെ നോക്കി, ആദ്യത്തെ സ്ലിറ്റ് എങ്ങനെയാണോ ഇരുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആദ്യത്തെ സ്ലിറ്റ് നേരെ ഇരുന്നു, രണ്ടാമത്തെ സ്ലിറ്റ് നേരത്തെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, കുറച്ചുകൂടെ ചരിഞ്ഞിരിക്കുന്നു. അലൈൻമെൻറ്റ് രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി. അപ്പോൾ ആദ്യത്തെ സ്ലിറ്റ് നോക്കിയേ, ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ പോളറൈസേഷൻ സംഭവിക്കാത്തൊരു പ്രകാശം വന്ന് ആദ്യത്തെ വസ്തുവിലൂടെ, ഈ പോളറൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആക്ച്വലി പോളറൈസർ. അതായത് പോളറൈസർ എന്ന വസ്തുക്കളുടെ പ്രത്യേകത പോളറൈസേഷൻ സംഭവിക്കാത്ത പ്രകാശത്തെ പോളറൈസേഷൻ സംഭവിച്ച പ്രകാശമാക്കി മാറ്റുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയേ, പോളറൈസേഷൻ സംഭവിക്കാത്ത പ്രകാശമാണ്. അത് ഈ പോളറൈസർ എന്ന വസ്തു, പോളറൈസർ ആണ് കേട്ടോ ആ വസ്തു, പോളറൈസർ എന്ന വസ്തുവിലൂടെ സഞ്ചരിച്ചപ്പം അത് പോളറൈസ്ഡ് ആയി, അവർക്ക് ധ്രുവീകരണം സംഭവിച്ചു. അപ്പം നിങ്ങൾ ഇതാ നോക്കിയേ, ഇവിടെ എന്ത് പറ്റി, ഈ ഡോട്ട് എന്ത് ചെയ്തു, ഡിസപ്പിയർ ആയി. ആ ഡോട്ടിനെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്തൂടെ പാസ് ചെയ്യുമ്പം ഇതിന് പോലെ അതേ അലൈൻമെൻ്റ് ഉള്ള ആളെ മാത്രം ഇത് കടത്തി വിട്ടി, പകരം ഈ ഡോട്ട് പുറത്തോട്ട് പ്ലെയിനിന് പുറത്തോട്ടുള്ള ഈ വൈബ്രേഷനാണ് ഡോട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഡോട്ടിനെ ഇവർ എന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് കളഞ്ഞു. പകരം ഒരു പ്ലെയിനിൽ മാത്രം, ഇപ്പോൾ ഒരു പ്ലെയിനിൽ മാത്രമല്ലേ, അതുകൊണ്ട് ഈ പ്ലെയിനിൽ മാത്രം ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഈ ഒരു പ്ലെയിനിൽ മാത്രമാണ് നമുക്കിപ്പം വൈബ്രേഷൻ കിട്ടിയത്. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കാം, പ്ലെയിൻ പോളറൈസ്ഡ് വേവ്, സമതല പോളറൈസേഷൻ സംഭവിച്ച പ്രകാശം.
ഓക്കെ. അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ്റെ സമയത്ത് നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ്, പോളറൈസേഷൻ സംഭവിക്കാത്ത ഒരു പ്രകാശം, ചിലപ്പം ദൂരെ നിന്നുമുള്ള സൂര്യനിൽ നിന്നുള്ള പ്രകാശമാകാം, അല്ലെങ്കിൽ ഒരു ബൾബിൽ നിന്നുമുള്ള ഒരു പ്രകാശമാകാം. ഇവയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോളറൈസർ എന്ന വസ്തുവിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നു. അപ്പം പോളറൈസർ എന്ന വസ്തു ഏതെങ്കിലും ഒരു ദിശയിൽ മാത്രമുള്ള ലൈറ്റിനെ ആയിരിക്കും പുറത്തുവിടുന്നത്. ഇത്തരത്തിലുള്ള ലൈറ്റാണ് പോളറൈസ്ഡ് ലൈറ്റ്. ഈ ലൈറ്റുകൾ പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ ധ്രുവീകരണ പ്രകാശം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ പോളറൈസ്ഡ് ലൈറ്റ് ഒരു പ്ലെയിനിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്ലെയിൻ പോളറൈസ്ഡ് അല്ലെങ്കിൽ സമതല ധ്രുവീകരണ പ്രകാശം എന്ന് വിളിക്കാം. ഓക്കെ. ഇനി നമ്മൾ ഇവരെ ഒരു അനലൈസർ, ആക്ച്വലി അനലൈസർ എന്ന് പറഞ്ഞ വസ്തു ഇതിനകത്ത് പോളറൈസേഷൻ സംഭവിച്ചില്ലയോ എന്ന് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അനലൈസർ. അപ്പോൾ അനലൈസർ നോക്കും, ഇവിടെ പോളറൈസേഷൻ സംഭവിച്ചോ, ഇവിടെ പോളറൈസേഷൻ സംഭവിച്ചില്ലയോ എന്ന് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് അനലൈസർ. അപ്പോൾ ഈ അനലൈസർ നമ്മൾ ഇതേ ഡയറക്ഷനിൽ തന്നെ, ഇതിൻ്റെ അതേ ഓറിയൻറ്റേഷനിൽ വെക്കുകയാണെങ്കിൽ അനലൈസറിനെ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെയുള്ള ഈ പോളറൈസ്ഡ് ലൈറ്റിനെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റിനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഈ പോളറൈസറിലൂടെ വരുന്ന ലൈറ്റിന് ഒന്നും കൂടെ പോളറൈസേഷൻ സംഭവിച്ചോ ഇല്ലയോ നമ്മൾ അനലൈസറിലൂടെ വെച്ച് നോക്കും. അപ്പോൾ അത് നേരെ വെക്കുകയാണെങ്കിൽ അതേ ഡയറക്ഷനിൽ വെച്ച് നമുക്ക് അതിനെ കൃത്യമായിട്ട് പോളറൈസ് ചെയ്ത വേവിനെ ലഭിക്കും. ഇനി രണ്ടാമത്തെ കേസ് നോക്കി, ഇതുപോലെ തന്നെ പോളറൈസേഷൻ സംഭവിക്കാത്ത ഒരു പ്രകാശം അൺപോളറൈസ്ഡ് ലൈറ്റ് വരുന്നു. ഒന്നുകിൽ ഈ വേയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഈ ഒരു ഫോമാറ്റിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നോക്കിയാൽ വീണ്ടും ഒരു പോളറൈസർ വെക്കുന്നു. അപ്പോൾ ഈ പോളറൈസർ എപ്പോഴും, അത് ശ്രദ്ധിക്കുക, ഈ പോളറൈസർ എപ്പോഴും ഈ വേവിൻ്റെ ഈ വരുന്ന ലൈറ്റിൽ നമ്മൾ നേരെ ഇങ്ങനെ തന്നെ വെക്കാവും. ഇങ്ങനൊന്നും വെച്ച് കഴിഞ്ഞാൽ പോളറൈസറിലൂടെ എന്ത് ചെയ്യില്ല. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ നോക്കി, ഇങ്ങനെ വെക്കുമ്പോൾ ഈ റേസ് പാസ് ചെയ്യും. ഇങ്ങനെ വെച്ചാലോ, ഈ ഡയറക്ഷനിൽ വെച്ചാൽ ഈ റേസ് ആയിരിക്കും പുറത്തു പോകുന്നത്. അപ്പം അതാ ഇതിപ്പം നേരെ വെക്കുന്നു. അപ്പം നമ്മൾ ചരിഞ്ഞ് വെച്ചാൽ ആക്ച്വലി നമുക്ക് ഇവിടുത്തെ എൻഡിൽ ഇത് കിട്ടും. ഓക്കെ. അപ്പോൾ ആ വരുന്ന വേവ് ഏത് റേ ആണ് നമുക്ക് കിട്ടേണ്ടത്? ഇപ്പം നേരെയുള്ള വേവാണ് വേണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന റേയുടെ, അതായത് ഈ ഡോട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുന്നു, പോളറൈസറിലൂടെ കടത്തി വിടുന്നു. അപ്പോൾ പോളറൈസർ എന്ത് ചെയ്യുന്നു? ഇവരെ പോളറൈസ് ചെയ്യിപ്പിച്ച് ധ്രുവീകരണം സംഭവിച്ച് ഒരു ദിശയിൽ, ഒരു പ്ലെയിനിൽ മാത്രമുള്ള ധ്രുവീകരണം സംഭവിച്ച് പ്രകാശത്തെ പുറത്തു വിടുന്നത്. ഇത് ഒരു പ്ലെയിനിൽ മാത്രമുള്ള പ്രകാശം. ഇനി നമ്മൾ അനലൈസറിനെ ചരിച്ചു വെച്ച, അതായത് ഈ അനലൈസർ നമ്മളിങ്ങനെ ഇതിനെ ഈ പോളറൈസേഷൻ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നല്ല ഉപകരണമാണ് അനലൈസർ. അത് നമ്മൾ ചരിച്ചു വെച്ചാൽ ആക്ച്വലി ഒരു പ്രകാശവും നമ്മുടെ കണ്ണിൽ പതിക്കുകയില്ല. ഓക്കെ. അത് നേരെ വെക്കുമ്പോൾ മാത്രമാണ് ആ പ്രകാശത്തെ, നമുക്ക് പോളറൈസേഷൻ സംഭവിച്ച ലൈറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ. അപ്പം ഇതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ്. നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷൻ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. സൂര്യനിൽ നിന്ന് വരുന്നത് പോലെയുള്ള സ്വാഭാവിക പ്രകാശം പോളറൈസേഷൻ സംഭവിക്കാത്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സൂര്യനിൽ നിന്നും വരാത്തവർ പോളറൈസേഷൻ സംഭവിക്കാത്തതാണ്, അവർ അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റുകളാണ്. ഓക്കെ. അതായത് പ്രകാശത്തിൻ്റെ വൈദ്യുത മണ്ഡല സദിശം പ്രകാശത്തിൻ്റെ പതയ്ക്ക് ലംബമായ തലത്തിൽ സാധ്യമായ എല്ലാ ദിശയിലും ക്രമമല്ലാതെയും ദ്രുതഗതിയിലും മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ക്രമമല്ലാത്ത ദ്രുതഗതിയിൽ അവർ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പോളറോയിഡ് ഈ പ്രകാശത്തിൻ്റെ ഒരു ഘടകത്തെ മാത്രം പുറത്തേക്ക് വിടുന്നു. അപ്പം നമ്മൾ ഈ പോളറോയിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രത്യേകതരം പോളറൈസറാണ്. അപ്പം നമ്മൾ ഈ പോളറൈസർ പഠിച്ചു. ഈ പോളറൈസർ പ്രധാനമായിട്ടും 3 എണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് നിക്കോൾ പ്രിസം. നിക്കോൾ എന്ന് പറഞ്ഞ ഒരു വസ്തു കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പ്രിസം, നിക്കോൾ പ്രിസം. അതുപോലെ തന്നെ ടൂർമാലിൻ ക്രിസ്റ്റൽ, നിക്കോൾ പ്രിസം, ടോർമാലിൻ്റെ ക്രിസ്റ്റൽ നമ്മൾ യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ പോളറോയിഡ്. ഓക്കെ. അപ്പോൾ ഈ പോളറോയിഡാണ് കേട്ടോ ഇനിഷ്യൽ കേസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ
ഒരു പോളറോയിഡിനെ വെച്ചിട്ടാണ് ഇവിടെ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഇത് ഒരു പ്ലെയിൻ മാത്രം നമ്മൾ എന്ത് ചെയ്തു, പോളറൈസേഷൻ സംഭവിച്ചു. ഇങ്ങനെ പുറത്തു വരുന്ന പ്രകാശത്തെ നമ്മൾ രേഖീയ പോളറൈസേഷൻ, ലീനിയർ പോളറൈസേഷൻ സംഭവിച്ച പ്രകാശം അല്ലെങ്കിൽ പ്രതല പോളറൈസേഷൻ, പ്ലെയിൻ പോളറൈസേഷൻ സംഭവിച്ച പ്രകാശം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലോസ് ഉണ്ട്. മാളൂസ് ലോ അല്ലെ മാലസ് ലോ എന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ദെൻ ഓക്കെ, താങ്ക് യു ഓൾ.